ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചൈനയിൽ നിലവിൽ പടർന്നുകൊണ്ടിരിക്കുന്ന HMPV അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിനെ പറ്റിയാണ്. പ്രധാനമായിട്ടും റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയെ ആക്രമിക്കുന്ന ഒരു വൈറസാണിത്. കുട്ടികൾ, അതേപോലെ തന്നെ പ്രായമായവരിൽ, രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ രോഗബാധ പടർന്നു പിടിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നതെന്ന് നോക്കാം. ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് വരുന്ന വഴി, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആൾക്കാർ യൂസ് ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന വഴി, കണ്ടാമിനേറ്റഡ് സർഫസ്, വൈറസ് മൂലം കണ്ടാമിനേറ്റഡ് ആയ ഏരിയാസിൽ കോണ്ടാക്റ്റ് വരുന്ന വഴിയൊക്കെയാണ് ഇത് വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഇത്തരത്തിൽ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറസ് ശരീരത്തിലെത്തി 3 മുതൽ 6 ദിവസത്തിന് ശേഷം ആണ് ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുന്നത്. പ്രധാനമായിട്ടും നാസൽ കൺജക്ഷൻ, അതായത് മൂക്കടപ്പ്, റണ്ണിങ് നോസ്, മൂക്കൊലിപ്പ്, സോർ ത്രോട്ട്, തൊണ്ടവേദന, ഹെഡേക്ക്, തലവേദന, കഫിങ്, ചുമ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. വൈറസ് ബാധ സിവിയർ ആകുന്ന ഘട്ടത്തിൽ ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ്, അതായത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, നീസിങ് അഥവാ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, ഫീവർ, പനി അനുഭവപ്പെടുന്നു, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടാകുന്നു. സിവിയർ കേസിൽ ന്യൂമോണിയ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത്തരത്തിൽ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ സമയം റെസ്റ്റ് എടുക്കുക, കൂടുതൽ വാട്ടർ ഇൻടേക്ക്, അതായത് വെള്ളം കുടിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക, ഫേസ് മാസ്ക് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ കണ്ടാമിനേറ്റഡ് സർഫസുകളിൽ കോണ്ടാക്റ്റ് ഒഴിവാക്കുക, സർഫസുകൾ കൂടുതലായിട്ട് വൈറസിൽ നിന്ന് മുക്തമാകാൻ ക്ലീൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.